back to SimplyMyStyle. Now, in this video, a pedicure video. Request video. Actually, channels പിന്നെ പിന്നെയും എനിക്കാണെങ്കിലും പെഡിക്യൂർ ഒക്കെ നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെയല്ല എല്ലാത്തിലും ചെയ്യാം. അങ്ങനെ വ്യത്യസ്തപ്പെടുത്തിയിട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല, എല്ലാം സെയിം സ്റ്റെപ്പ് തന്നെയായിരിക്കും എല്ലാവർക്കും ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്ക് ഡെയിലി മെസ്സേജ് വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എന്നാൽ ഈ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഒരു വലിയൊരു ബേസൻ പോലത്തെ ഒരു സംഭവം എടുക്കാം. നമ്മൾ ബാത്റൂമിലൊക്കെ വയ്ക്കില്ലേ, അതിനകത്തോട്ട് ഞാൻ ചെയ്യുന്ന കേട്ടോ പറയുന്നത്. ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് വേറെ രീതിയിലൊക്കെ ചെയ്യാം. ഞാൻ അതിലോട്ട് കുറച്ച് ഷാമ്പു ആഡ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ പതപ്പിക്കും, ഫുൾ നന്നായിട്ട് പതപ്പിക്കും. എടുക്കുന്ന വെള്ളം ഒരു ചെറിയ ചൂടുള്ള വെള്ളമായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മുടെ കാലിലുള്ള പോഴ്സൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഷാമ്പു വെച്ച് നന്നായിട്ട് പതപ്പിച്ച് കൊടുക്കുക. പതപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കാലതിലോട്ട് ഇറക്കി വയ്ക്കുക. ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് കാലിൽ നെയിൽ പോളിഷ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെച്ചാൽ റിമൂവ് ചെയ്യണം കേട്ടോ. ഞാനങ്ങനെ കാലിൽ നെയിൽ പോളിഷ് ഇടാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നെങ്കിലും മാത്രമേ ഞാൻ കാലിലോട്ട് ഇടുള്ളൂ. ഒന്നാമത് ഞാൻ എൻ്റെ കാല് അധികം ഒന്നും ശ്രദ്ധിക്കുന്ന ഒരാളല്ല. അപ്പോൾ കാല് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറേ നേരം ഒന്ന് സോക്കാവണം. അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് എങ്കിലും വെള്ളത്തിൽ ഇങ്ങനെ കാല് വയ്ക്കുക. അപ്പോൾ കാലിൽ കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു പെഡിക്യൂർ കിറ്റാണ്. ഈ പെഡിക്യൂർ കിറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ നെയിൽ കട്ടർ മാത്രം മതി കേട്ടോ. ഇത് നമുക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് പേരൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കാലിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതൊരു ഫുഡ് ക്ലെൻസർ എന്ന് പറയും, ജോവീസ് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നാരങ്ങയില്ലേ, നാരങ്ങയുടെ നീര് കളഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ കാല് നന്നായിട്ട് ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായാലും നന്നായിട്ട് ക്ലീൻ ആവും. നമ്മുടെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കാല് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ കാണാൻ. ഒന്നാമത് എൻ്റെ കാലിന് നീളമില്ല, കുഞ്ഞും കാലാണ്. പിന്നെ ഞാൻ കാല് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇത്രയും ഇങ്ങനെ ഇരിക്കാൻ കാരണം എന്താ വെച്ചാൽ പണ്ടൊരിക്കലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബ്ലീച്ച് ചെയ്യണമെന്ന്. നമ്മൾ മുഖത്ത് ബ്ലീച്ചൊക്കെ ചെയ്യാൻ നന്നായിട്ട് വെളുക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ എന്തേതാ സമ്മതിക്കില്ല മുഖത്ത് ബ്ലീച്ച് ഇടാനായിട്ട്. അപ്പോൾ ഒരിക്കൽ പാർലറിൽ പോയിട്ട് ഞാൻ ബ്ലീച്ച് അതുപോലെ ഫേഷ്യൽ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ അമ്മ കാണാണ്ട് എടുത്തിട്ട് വന്ന് കാലിലൊന്ന് പരീക്ഷിച്ചതാണത്. സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നന്നായി വെളുക്കും, കാരണം ആദ്യമായിട്ട് ചെയ്യുകയാണല്ലോ. കാല് നന്നായിട്ട് വെളുത്തപ്പോൾ ഞാൻ ദൈവമേ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, എനിക്ക് ഇത്രയും ബുദ്ധി നേരത്തെ തോന്നാഞ്ഞെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് പല്ലേക്കണ ബ്രഷ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ കാല് നമ്മുടെ ഫുഡ് ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷില്ല, അത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതാണെങ്കിൽ യൂസ് ചെയ്യാം. എന്താണെങ്കിലും നമ്മുടെ കാലൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതിപ്പോൾ ഇതിൻ്റെ പേര് എന്താ അറിയില്ല, ഇതാണ് ഞാൻ നോർമലി എപ്പോഴും യൂസ് ചെയ്യണത്. ഈ സംഭവമാണ്, ഇത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ അപ്പോൾ കാലിലും അതുപോലെ തന്നെ കയ്യിലും ഞാനിങ്ങനെ ബ്ലീച്ച് നമ്മുടെ ഫേഷ്യൽ ചെയ്യണ പോലെ തന്നെ സ്റ്റെപ്പ്, എനിക്കെല്ലാം ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. എൻ്റെ എല്ലാ വീഡിയോ കണ്ടാൽ മനസ്സിലായിരിക്കും. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ എല്ലാം ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുത്ത ദിവസം എന്തോ 2 വീലറിന് എവിടെയോ വെളിയിൽ പോയി. എൻ്റെ ദൈവമേ, കാലും കൈയൊക്കെ കരിഞ്ഞ് ഉണ്ടായിരുന്ന കളറ് വരെ പോയി. ഫുള്ളായിട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും നമ്മുടെ ബ്ലീച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ആരെന്നോട് ചോദിച്ചാലും ഞാൻ പറയും, ബ്ലീച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണം അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ കല്യാണമാണ് അങ്ങനത്തെ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് ചെത്തി നിൽക്കണം എന്നുള്ളപ്പോൾ മാത്രം ഈ ബ്ലീച്ച് ചെയ്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ മുഖമൊക്കെ ആകെ ഞാനോർക്കുക അത് എൻ്റെ മുഖത്ത് ഞാൻ ഇട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു, കരിഞ്ഞ് നാശമായിരുന്നേനെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മറ്റേ സൺ ടാൻ റിമൂവ് ചെയ്യുന്ന ആ സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സൂര്യവെട്ടില്ല UV റേസൊക്കെ അടിച്ച സംഭവങ്ങൾ പോകും. എന്നാലും പെട്ടെന്ന് ഇച്ചിരി വെയിലടിച്ചാൽ വരെ കറുത്തു പോകും. കാരണം എന്താണെന്നറിയില്ല, അതിൻ്റെ ഒരു സ്കിൻ പെട്ടെന്ന് എൻ്റെ ഡാമേജ് ആവും ഈ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാനിത് കാലിലുള്ള രോമം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചെയ്യാറുള്ളൂ. എനിക്ക് കുറച്ച് രോമ വളർച്ചയൊക്കെ കൂടുതലാണ്. പെട്ടെന്ന് എനിക്ക് കാലിലൊക്കെ ഇങ്ങനെ ആണുങ്ങൾ പോലെ ഇങ്ങനെ ഒരുപാട് രോമം വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യും.
എന്നുവെച്ചാൽ അത്ര ഭാഗം മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് ആ ഒരു വലിയ നഖില്ലേ, ആ ഫിംഗറിൻ്റെ ആ ഭാഗത്ത് മാത്രമേ എനിക്ക് അങ്ങനെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ നമ്മൾ രോമം കളയാന്നുണ്ടെങ്കിൽ തന്നെ ഒരു കളറ് കാലിന് തോന്നിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊന്ന് ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ബ്ലീച്ച് ആരും അങ്ങനെ യൂസ് ചെയ്യരുത് കേട്ടോ. എന്ത് കാരണം വന്നാലും ബ്ലീച്ച്. എന്നോട് കാരണം എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ ചോദിച്ചു, ചേച്ചി ബ്ലീച്ച് ചെയ്യണ പ്രശ്നമുണ്ടോ? ബ്ലീച്ച് ചെയ്യല്ലേ എൻ്റെ മക്കൾ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കരിഞ്ഞ് നാശമായി പോകും. അതുകൊണ്ടാണ് പറയുന്നത് ചെയ്യല്ലേന്ന്. അപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു നെയിൽ കട്ടർ എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. നെയിൽ കട്ടറിനകത്ത് ഒരുപാട് ഇങ്ങനെ ടൂൾസ് ഉണ്ടാവും. ആ ടൂൾസിനകത്ത് എന്തെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ക്യൂട്ടിക്കിൾസ് ഒന്നിങ്ങനെ ബാക്കിലോട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നെയിൽ ഗ്രോത്ത് ഇൻക്രീസ് ആവും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ സോറി കേട്ടോ, അത് അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സൈഡിൽ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കില്ലേ, ആ സംഭവമൊക്കെ ഇങ്ങനത്തെ ഈ സിസേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ഈ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാലിൻ്റെ സൈഡിൽ കണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാൻ കാലങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഒരു 2-3-4 മാസമായിട്ടുണ്ടാവും ഞാൻ കാലിലെന്തെങ്കിലും ചെയ്തിട്ട്. അപ്പോൾ ഈ സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതിൻ്റെ സൈഡിൽ ഡെഡ് സെൽസ് കൂടിയിരിക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. അതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്ത് കളയാം. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ഫിംഗേഴ്സിൽ നിന്നും എടുത്ത് കളയാം. അപ്പോൾ ഞാൻ മുൻകൂറായിട്ടേ പറയാണ്, എൻ്റെ കാല് നല്ല ഭംഗിയുള്ള കാലല്ല. ഞാൻ കാല് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അല്ലാണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാല് നന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ, സുമിച്ചേട്ടൻ നടവേര്, സുമിച്ചേട്ടൻ ഇങ്ങനെ പറയും, പെൺകുട്ടികളുടെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ കാലിൽ നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ എൻ്റെ കാലൊക്കെ നോക്കിയാൽ ഞാൻ പോടും ആൾക്കാർ. ഞാൻ അങ്ങനെ കാല് ഒട്ടും ശ്രദ്ധിക്കാറില്ല. എൻ്റെ കൈയൊക്കെ പിന്നെ ഞാൻ നോക്കും, കാല് ഒട്ടും ശ്രദ്ധിക്കാറില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പേരെങ്കിലും പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാണ്, നിൻ്റെ കാല് കൊള്ളില്ലല്ലോ, അപ്പോൾ പിന്നെ നീ എന്തിനാ ഇത് കാണിക്കുന്നതെന്ന് ചോദിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പറയാണ്, നന്നായിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ കാല് നന്നായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതൊരു സ്റ്റോണാണ്. എൻ്റെ പേര് പ്യൂബിക് സ്റ്റോൺ എന്തോ ആണ് സംഭവം. ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഈ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തഴമ്പില്ലേ, നമ്മൾ നടന്ന് നമുക്ക് കാലിലൊക്കെ തഴമ്പുണ്ടാവും. ആ തഴമ്പ് ഇത് നന്നായി കുതിർന്നിരിക്കുമ്പോൾ കാലിങ്ങനെ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് നമുക്കത് റിമൂവ് ആകും. ഒരു വൈറ്റ് കളറിൽ അത് ഫുള്ള് പോകും. നമ്മളൊക്കെ ജസ്റ്റ് നിങ്ങൾ മാന്തുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലിങ്ങനെ സംഭവം ഉണ്ടാവില്ലേ, അതൊക്കെ സ്കിന്നാണ്, ഡെഡായിട്ടുള്ള സ്കിന്നാണ്. ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് റിമൂവ് ആയി പോകും. അത് ഫുള്ള് നമ്മുടെ കാലിലൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ നഖത്തിൻ്റെ അടുത്തായിട്ടൊരു ബ്ലാക്ക് കളർ വരില്ലേ, അതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോവും. പിന്നെ ഞാനിവിടെ ഒരു ഫുഡ് എക്സ്ഫോളിയേറ്റർ, അതായത് സ്ക്രബാണ്. ഇതിന് പകരം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചരി പൊടിച്ചിട്ട് എന്തെങ്കിലും തേനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഒരുപാട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പ്ലേലിസ്റ്റിൽ സ്കിൻ കെയർ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സ്ക്രബ് യൂസ് ചെയ്ത് കാല് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മുടെ കാലൊന്ന് എന്താ പറയുക, ക്ലീനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോറി, എൻ്റെ ക്ലിപ്പ് എൻ്റെ മിസ്സായിപ്പോയി. ഇത് പാക്ക് എന്താ വെച്ചാൽ നമ്മുടെ നെക്ക് ക്ലീൻ ആവാനായിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, കണ്ടു നോക്കൂ. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇല്ലെങ്കിൽ കാർട്ടിലോ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ അതാണ് ഞാൻ ഒരു പാക്ക് ഇട്ടിട്ടിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾക്ക് വൈറ്റനിങ്ങിന് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ കാല് ഭയങ്കര കറുത്തിരിക്കുകയാണ്, അതെന്ന് വെച്ചാൽ ഓൾറെഡി കറുത്ത കാലല്ല കേട്ടോ ഞാൻ പറയാം. നമുക്ക് വെയിലേറ്റ് കറുത്തില്ലേ, അങ്ങനത്തെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുന്ന കാലാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, എൻ്റെ ആദ്യത്തേൽ നല്ല ഡിഫറൻസ് ഇല്ലേ. അത് ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പാക്ക് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്ന എഫക്റ്റീവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പെഡിക്യൂർ മന്ത്ലി ഒരു 2-3 തവണ എല്ലാം ചെയ്യുന്നത് കാലിന് വളരെ വളരെ നല്ലതാണ്. കാലെപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കണം എന്നാണ് പറയുക, കാലും കൈയൊക്കെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ക്രീമാട്ടോ കാല് മസാജ് ചെയ്യാൻ. ഇതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ ആ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ 2 കാലിലും നന്നായിട്ട് ക്രീമിങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കാലിൻ്റെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെന്ന് എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്. ഇങ്ങനെ മസാജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡ്രൈനെസ്സൊക്കെ കാലിൽ നിന്ന് പോയി കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രാത്രി കിടക്കാൻ നേരം എന്തെങ്കിലും കുറച്ച് ഓയിൽ എടുത്തിട്ട് കാലിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സ് ഇടുക. സോക്സ് ഇട്ട് കിടന്നുറങ്ങുകയെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഡ്രൈനെസ് ഒരുപാട് മാറ്റാനായി.
പിന്നെ എൻ്റെ കാലിൻ്റെ സൈഡിൽ കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് ചുളുങ്ങിയിരിക്കുന്നത്, അതെന്താ വെച്ചാൽ ഈ ബ്ലീച്ച് ഇട്ടതിൻ്റെയാണ്. പിന്നെ കാലായതുകൊണ്ട് ഞാൻ ഒന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ആ ബ്ലീച്ച് ഇട്ടതിന് ശേഷമാണ് കാലിങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ചുളുങ്ങി ആകെ നാശമായിപ്പോൾ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, നല്ലൊരു ഡിഫറൻസ് ഇല്ലേ? കാല് അത്യാവശ്യം ഒന്ന് ക്ലീനായിട്ട് നന്നായി എനിക്കങ്ങനെ തോന്നിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നോട് കുറച്ച് പേര് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ റിച്ചി തോമസ്, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഹായ് റിച്ചി, ഹായ് ഹായ്. പിന്നെ അപർണ ചിഞ്ചു, ചിഞ്ചു എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണോ? എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു ചിഞ്ചു അഖിലാജി. ഹായ് അപർണ, ഹായ് ഹായ്. പിന്നെ ബൃന്ദ എച്ച്, ബൃന്ദ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ബൃന്ദ നല്ല പേര്. ഹായ് ബൃന്ദ. പിന്നെ അതുല്യ, സോറി ഇതിൻ്റെ എനിക്കിതിൻ്റെ കമൻറ്റ് യൂട്യൂബിൽ കിട്ടിയില്ല. ഒരുപാട് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് എവിടെയാണെന്ന് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, സോറി. അപ്പോൾ അതിൻ്റെ സംഭവം ഞാൻ എവിടെയെങ്കിലും ഇടാം. ഹായ് അതിൻ്റെ കിട്ടി, ഹായ് ഹായ്. അപ്പോൾ ഇതാരാന്നറിയോ? ഇത് നമ്മുടെ നീതുവിൻ്റെ കുട്ടിയാണ്. പേര് വൈക എന്നാണ്. വൈകമ്മക്കൊരു വലിയ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്നോട് പറയുക. പിന്നെ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ പോലെ ഒരു സംഭവം വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പറയാം. സോ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.